ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ, 3rd ചാപ്റ്റർ, ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ലെറ്റസ് ആസസിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിരിക്കും. ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ലെറ്റസ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തുടങ്ങുമ്പോൾ കാർട്ടിലേജസ് ആണ്. എക്സാമിൻ യുവർ ഇയേഴ്സ് ആൻഡ് നോസ്. ഡു ദേ ഫീൽ as strong as the bones in your arms and legs? അപ്പോൾ ഒരു പറഞ്ഞിരിക്കുന്നത് എന്താ, നിങ്ങളുടെ ചെവിയും അതുപോലെ മൂക്കും എക്സാമിൻ ചെയ്യൂ. നമ്മുടെ ബോൺസ്, നമ്മുടെ കയ്യിലത്തെയും കാലത്തെയും ബോൺസ് പോലെ തന്നെ സ്ട്രോങ് ആണെന്നാണ് ചോദ്യം. അല്ല, നമുക്കത് ബെൻഡ് ചെയ്യാൻ പറ്റുമോ, വളയ്ക്കാൻ പറ്റുമോ? ബട്ട് വൈ ഈസ് ഇറ്റ് പോസിബിൾ? വാട്ട് ടൈപ്പ് ഓഫ് ബോൺ ഇസ് പ്രസൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിലത്തെയും കാലത്തെയും ബോൺ പോലെ അല്ലാത്തത്? ഇവിടെയുള്ളതിന് എന്ത് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർട്ടിലേജസ്, നമ്മുടെ ചെവിയിലുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിനെയൊക്കെ മടക്കാനൊക്കെ നമുക്ക് പറ്റാറുണ്ട് അല്ലേ? അപ്പോൾ ചെവിയിലുള്ള ബോൺസ് ആണ് കാർട്ടിലേജസ്. ആർ ഫ്ലെക്സിബിൾ പാർട്സ് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോഡി ലൈക്ക് ബോൺസ്. ബോൺസിന് കൊടുക്കുന്ന പോലെ തന്നെ ഇത് പക്ഷെ എന്താ, ഫ്ലെക്സിബിൾ പാർട്ടാണ്. ഓക്കെ, ദേ ആർ സോഫ്റ്റർ ദാൻ ബോൺസ് ആൻഡ് ആർ ഫൗണ്ട് ഇൻ ബോത്ത് ദ ഹ്യൂമൻ ബോഡി ആൻഡ് ദ ബോഡീസ് ഓഫ് അതർ ആനിമൽസ്. ബോൺസ് പോലെ സ്ട്രോങ് അല്ലെങ്കിൽ അങ്ങനെ റിജിഡ് അല്ല. ഇത് എന്താണ്, സോഫ്റ്റ് ആയിരിക്കും. നമുക്കറിയാം, നമ്മുടെ മൂക്കാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും, ചെവി ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇളക്കാനൊക്കെ പറ്റില്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് വെച്ചാൽ ബോൺസിൻ്റെ അത്ര സ്ട്രോങ് അല്ല, കുറച്ച് സോഫ്റ്റർ ആയിരിക്കും. പ്രൈമർലി കാർട്ടിലേജസ് ആർ ഫൗണ്ട് ഇൻ ദ ഇയേഴ്സ്. എവിടെയൊക്കെ കാണും ചോദിച്ചാൽ ചെവിയിൽ, അതുപോലെ നോസ്, എൽബോസ്, നീസ്, ആങ്കിൾസ്, ട്രിക്കിയ ആൻഡ് ദ ഡിസ്ക് ബിറ്റ്വീൻ ദ വെർട്ടബ്രേ. ഇവിടെയൊക്കെയാണ് നമ്മൾ കാർട്ടിലേജസ് കാണുക കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ, ജോയിൻ്റ് ആണ്. ശരിക്കും ഫസ്റ്റ് ഫിഗർ ശരിക്കും നമ്മുടെ കൈയുടെ ജോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഫിഗർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്, ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവരുടെ ചോദ്യം ഇതാണ്, ദ പിക്ചർ ഓഫ് ദ ബോൺസ് ഇൻ ദ ഹ്യൂമൻ ഹാൻഡ്. ആദ്യത്തെ ഹ്യൂമൻ ഹാൻഡ് ആണ്. ആൻഡ് ദ മോഡൽ മെയ്ഡ് ഓഫ് കാർഡ്ബോർഡ്. രണ്ടാമത്തെ കാർഡ്ബോർഡ് വെച്ചുണ്ടാക്കിയ കൈയുടെ മോഡലാണ്. കെയർഫുള്ളി ഒബ്സർവ് ദ ഫിഗേഴ്സ് ആൻഡ് ഐഡന്റിഫൈ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു ഫിഗേഴ്സ് ഇൻ റിലേഷൻ ടു ദ മൂവ്മെന്റ് ഓഫ് ദ ഹാൻഡ്. എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഫിഗറും നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ഫിഗറിനെ നോക്കാം. ഫിഗർ 1, ഹ്യൂമൻ ഹാൻഡ് വിത്ത് ഇറ്റ്സ് വേരിയസ് ജോയിൻറ്റ്സ്. ഇവിടെ ഹ്യൂമൻ ഹാൻഡ് ആണ്, ജോയിൻ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഹിഞ്ച് ജോയിൻ്റ് കാണിച്ച് തന്നിട്ടുണ്ട് നമുക്ക്. അലോസ് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് ഇൻക്ലൂഡിങ് ബെൻഡിങ്, സ്ട്രെയിറ്റനിങ്, ഗ്രാസ്പിംഗ് ആൻഡ് സ്കിൽസ് ലൈക്ക് റൈറ്റിംഗ്. എല്ലാം ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ബോൺസ് ആൻഡ് ദെയർ ആർട്ടിക്കുലേഷൻ ആൻഡ് ജോയിൻറ്റ്സ് ഇനാബിൾ കോംപ്ലക്സ് ആൻഡ് പ്രിസൈസ് മൂവ്മെൻറ്റ്സ്. ഇനി ഫിഗർ 2, കാർഡ്ബോർഡ് മോഡലാണ്. ലാക്കിംഗ് ട്രൂ ജോയിൻറ്റ്സ് ആൻഡ് ഫ്ലെക്സിബിൾ കണക്ഷൻ. ഇവിടെ ശരിയായുള്ള ജോയിൻറ്റുകൾ ഒന്നും കാണിച്ചിട്ടില്ല. കണക്ഷൻ ഇവിടെ ഇത് കണ്ടോ, ഇതൊക്കെ ജോയിൻ്റ് ആണ്, ഇതുപോലെ ഒന്നും ഇതിനകത്ത് ഇല്ല. വുഡ് ബി റിജിഡ് ആൻഡ് അണേബിൾ ടു പെർഫോം ദ മൂവ്മെൻറ്റ്സ് ഓഫ് എ ഹ്യൂമൻ ഹാൻഡ്. ഒരു മനുഷ്യൻ്റെ കൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഈ കാർഡ്ബോർഡിൻ്റെ കൈക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് മൂവ്മെൻറ്റ് വുഡ് ബി ലിമിറ്റഡ് ടു ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ കാർഡ്ബോർഡ് ഇറ്റ് സെൽഫ്, മേക്കിംഗ് ആക്ടിവിറ്റീസ് ലൈക്ക് റൈറ്റിംഗ് ഇമ്പോസിബിൾ. എഴുതാനൊന്നും ഈ ഒരു കൈ വെച്ച് പറ്റില്ല. നെക്സ്റ്റ്, ഇനി അടുത്ത് നമ്മളോട് ചോദ്യമാണ്, വാട്ട് ഇഫ് യുവർ ഹാൻഡ് വാസ് ലൈക്ക് ദി വൺ ഇൻ ഫിഗർ 2? ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. ടേക്ക് തിൻ പൈപ്സ് യൂസ്ഡ് ഫോർ വയറിംഗ് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ യുവർ ഫിംഗേഴ്സ്. കണ്ടല്ലോ, ഒരു പൈപ്പ്, ഇതുപോലെ തിന്നായിട്ടുള്ള പൈപ്പ് നമ്മുടെ കയ്യിൽ വിരലുകളിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നൗ ട്രൈ റൈറ്റിംഗ് ഇൻ എ ബുക്ക്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് പിടിച്ച് നമുക്ക് എഴുതാൻ പറ്റുമോ? ആർ യു ഏബിൾ ടു റൈറ്റ്? വാട്ട് ഇസ് ദ റീസൺ? നമുക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ ആൻസർ പറ്റില്ല. ഇങ്ങനെ വിരലിലൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അടുത്ത് പെണ്ണ് പിടിച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്താ റീസൺ? ദ പൈപ്സ് ആക്ടിങ് ആസ് റിജിഡ് സ്പ്ലിൻസ് വുഡ് പ്രിവെന്റ് ദ നെസസറി ബെൻഡിങ് ആൻഡ് ആർട്ടിക്കുലേഷൻ ഓഫ് യുവർ ഫിംഗേഴ്സ്. നമുക്ക് അത് റിജിഡ് ആയിട്ടുള്ള സാധനമാണ്, വിരലുകളെ വളയ്ക്കാൻ പറ്റില്ല. ആൻഡ് ഹാൻഡ്സ് അറ്റ് ദ ജോയിൻറ്റുകൾ വളയില്ല വിരലിൻ്റെ. This lack of joint movement would make it impossible to grip a pen properly and control its movement for writing. അപ്പോൾ പെണ്ണ് കറക്റ്റായിട്ട് പിടിക്കാൻ നമുക്ക് ഒന്നാമത് പറ്റില്ല, പിന്നെ എങ്ങനെ നമ്മൾ എഴുതും? സോ അതാണ് ഡിഫിക്കൽട്ടായിട്ട് ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് ഓൾ ദ ബോൺസ് ഇൻ അവർ ബോഡി വർ ജസ്റ്റ് എ സിംഗിൾ ബോൺ? നമ്മുടെ ശരീരത്തിലെ എല്ലാ ബോൺസും വേറെ വേറെയാണെന്ന് നമുക്കറിയാം, പക്ഷെ അതെല്ലാം ഒരു സിംഗിൾ ബോൺ ആണെങ്കിലോ എന്നാണ് ചോദ്യം. വാട്ട് ഡിഫിക്കൽട്ടീസ് വുഡ് വി ഫേസ്? അപ്പോൾ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? എല്ലാം കൂടി ഒറ്റ സിംഗിൾ ബോണാണ്, നമുക്ക് ഇത്രയും വേറെ വേറെ ബോണുകളില്ല.
ഓക്കെ, വി ആർ ഏബിൾ ടു മൂവ് അവർ ബോൺസ് ബിക്കോസ് വി ഹാവ് ജോയിൻസ്. നമ്മൾക്ക് ബോണുകൾ ഇളക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ജോയിൻറ്റുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇഫ് ഓൾ ദ ബോൺസ് ഇൻ അവർ ബോഡി വർ എ സിംഗിൾ കണ്ടിന്യൂസ് ബോൺ വി വുഡ് അൺഏബിൾ ടു മൂവ് അറ്റ് ഓൾ. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. വി വുഡ് ബി കംപ്ലീറ്റ്ലി റിജിഡ് ആൻഡ് അൺഏബിൾ ടു ബെൻഡ്, വാക്ക്, സിറ്റ് ഓർ പെർഫോം എനി ആക്ഷൻ ദാറ്റ് റിക്വയർസ് ജോയിൻറ്റ് മൂവ്മെൻറ്റ്. അപ്പം നമുക്ക് ബെൻഡ് ചെയ്യാനോ, ഒന്ന് വളയാനോ, നടക്കാനോ, ഇരിക്കാനോ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല ഈ ബോൺസിൽ ജോയിൻസ് ഇല്ല എങ്കിൽ കേട്ടോ. അല്ല, ഇതെല്ലാം ഒരു സിംഗിൾ ഒറ്റ ബോൺ ആണെങ്കിൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അവിടെ നമുക്ക് ജോയിന്റ് തന്നിട്ടുണ്ട്. A joint is the part where two or more bones meet. അപ്പോൾ ജോയിന്റ് എന്താണ്? രണ്ടോ അതിലധികമോ ബോൺസ്, എല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗമാണ് ജോയിന്റ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള ജോയിന്റ് ഉണ്ട്. ചില ജോയിന്റുകൾ മൂവബിൾ ആണ്, ചിലത് ഇമ്മൂവബിൾ ആണ്. അപ്പം നമുക്ക് ചില ജോയിന്റുകൾ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ചിലതിന് മൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. അപ്പം നമുക്കിതിൽ ആവശ്യമുള്ളത് മാത്രം മതി. ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്ന ബോൺ എവിടെ കാണപ്പെടും? ഏതൊക്കെ ബോൺസിൻ്റെ ഇടയിലാണ് ആ ജോയിന്റ്? ബോൺസിൻ്റെ എൽബോ ആൻഡ് നീ. കണ്ടല്ലോ, നമ്മുടെ മുട്ടില്ലേ, ആ എൽബോയിലും അതുപോലെ തന്നെ കൈയുടെ മുട്ടിലും കാലിൻ്റെ മുട്ടിലും ഒക്കെ കാണപ്പെടുന്നതാണ് ഈ പറയുന്ന ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് വെച്ചിട്ട് നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഹിഞ്ച് ജോയിന്റ് പാർട്ട് ഓഫ് ബോഡി ചോദിച്ചിട്ടുണ്ട്. എൽബോ നീ ആണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഹിഞ്ചസ് പോലെയാണ്. ദീസ് ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വാതിലും ജനലും ഒക്കെ ഒരു ഡയറക്ഷനിലേക്കല്ലേ നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റുള്ളൂ. അതുപോലെയാണ് ഈ ജോയിന്റ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ജോയിൻ്റ് ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എവിടെ കാണപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടല്ലോ, ദ ബോൾ, ഇതാണ് നമുക്ക് വേണ്ട ഭാഗം. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഇസ് എ ജോയിന്റ് വിത്ത് മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. നമുക്ക് മൂവ്മെന്റ് ഈസി ആയിട്ട് പറ്റും ഇവിടെ. ആൻഡ് ദിസ് ഇസ് അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ റൗണ്ട് എൻഡ് ഓഫ് വൺ ബോൺ ഈസ് ഏബിൾ ടു റൊട്ടേറ്റ് ഇൻ ദ ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. അപ്പോൾ ഇത് ഇങ്ങനെ കയറ്റി വെച്ച പോലെയാണ് ഉണ്ടായിരിക്കുക. ഒരു ബോണിന്റെ റൗണ്ട് ഭാഗം, ബോൾ പോലുള്ളൊരു ഭാഗം, അടുത്ത ബോണിന്റെ ഒരു സോക്കറ്റ് ഉണ്ട്, ഒരു ക്യാവിറ്റി, അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച പോലെയാണ്. കൈക്കുഴയൊക്കെ, നമ്മുടെ കൈക്കുഴയൊക്കെ അങ്ങനെയാണ് കേട്ടോ. കൈയുടെ ഷോൾഡർ പോർഷനൊക്കെ അങ്ങനെയാണ്. അതിങ്ങനെ കയറ്റി വെച്ച പോലെ ഇരിക്കും. ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് ദ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇതിനെ അതുകൊണ്ടാണ് ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഒരു ബോള്, ഒരു ക്യാവിറ്റി, ഒരു സോക്കറ്റിൻ്റെ ഉള്ളിൽ കയറ്റി ഫിക്സ് ചെയ്ത് വെച്ച പോലെയാണ് ഈ ജോയിന്റ് കാണുക. ദിസ് ടൈപ്പ് ഓഫ് ജോയിന്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഷോൾഡർ ആൻഡ് ഹിപ്പ്. എവിടെ കാണുക? ഷോൾഡറിലും ഹിപ്പിലും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫിൽ ചെയ്യേണ്ടത് ജോയിന്റ് ഏതാ? ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. പാർട്ട് ഓഫ് ദ ബോഡി ഷോൾഡറും ഹിപ്പും ആണ്. ക്യാരക്ടറിസ്റ്റിക് ദ ജോയിന്റ് വിത്ത് ദ മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടുതലാണ് ഈ ജോയിന്റിൽ. ദ റൗണ്ടഡ് എൻഡ് ഓഫ് വൺ ബോൺ റൊട്ടേറ്റ്സ് ഇൻ ദ ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് ജോയിന്റിന്റെ, നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ജോയിന്റ് ആണ് പിവറ്റ് ജോയിന്റ്. പിവറ്റ് ജോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ നെക്കില്ലേ, നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന ജോയിന്റ് ആണ് ഈ പിവറ്റ് ജോയിന്റ്. ഓക്കെ, ഫോർവേഡ് ബാക്ക്വേർഡ് മാത്രമേ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. ഹൗ മച്ച് ക്യാൻ ഇറ്റ് ബി റൊട്ടേറ്റഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കണ്ടല്ലോ, പിവറ്റ് ജോയിന്റ് നെക്കാണ്, നെക്കിലാണ് നമുക്ക് കാണുക. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: എ ബോൺ ദാറ്റ് മൂവ്സ് ഫോർവേഡ്, ബാക്ക്വേർഡ് ആൻഡ് സൈഡ് ടു സൈഡ് ഇൻ അനദർ ബോൺ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തല തിരിക്കാം? തല ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിലോട്ട്, അല്ലെങ്കിൽ ബാക്കിലോട്ട്, അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ്, ഇത്രേ പറ്റുള്ളൂ ഈ പിവറ്റ് ജോയിന്റ് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രാക്ചർ. എന്താണ് ഫ്രാക്ചർ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഫ്രാക്ചർ നമുക്ക് എന്താണെന്ന് നോക്കാം. എ ഫ്രാക്ചർ ഈസ് ദ ബ്രേക്കിംഗ് ഓർ ക്രാക്കിംഗ് ഓഫ് എ ബോൺ. ഒരു നമ്മുടെ എല്ല് പൊട്ടുക അല്ലേ? ഫ്രാക്ചേഴ്സ് ക്യാൻ അക്യൂർ ഇൻ 3 ways. 3 തരത്തിലുള്ള ഫ്രാക്ചർ വരുന്നുണ്ട്. ഈ സിമ്പിൾ ഫ്രാക്ചർ, ആദ്യം സിമ്പിൾ ഫ്രാക്ചർ occurs when the bone cracks. ഓക്കെ, ബ്രേക്സ് ഓർ ഡിസ്ലൊക്കേറ്റ്സ്. അപ്പോൾ ബോൺ ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ പൊട്ടുക, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ ആവുകയാണെങ്കിൽ ദ ഫ്രാക്ചർ സിമ്പിൾ ആയിരിക്കും. ദ ഫ്രാക്ചർ ഇൻ വിച്ച് ദ ബോൺ ബ്രേക്സ് ആൻഡ് കംസ് ഔട്ട് പിയേഴ്സിങ് ദ മസിൽസ് ഈസ് കോൾഡ് കോമ്പൗണ്ട് ഫ്രാക്ചർ. അപ്പോൾ പൊട്ടിയിട്ട് എല്ലാം നമ്മുടെ മസിൽസ് തുളച്ച് കയറി പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് കോമ്പൗണ്ട് ഫ്രാക്ചർ ആണ്. ഹിയർ വൗണ്ട്സ് മേ ഓൾസോ ഒക്കർ അലോങ് വിത്ത് ഫ്രാക്ചറിൻ്റെ കൂടെ മുറിവുകൾ ഒരുപാടായിരിക്കും. എല്ല് പൊട്ടുന്നതാണ് ഫ്രാക്ചർ, അതിൻ്റെ കൂടെ ബ്ലഡ് പോവുക, ഒരുപാട് ബ്ലീഡിങ്, അതുപോലെ തന്നെ മുറിവുണ്ടാവും, അത് കോമ്പൗണ്ടാണ്.
എ കോമ്പൗണ്ട് ഫ്രാക്ചർ ദാറ്റ് ഒക്കേഴ്സ് നിയർ ദി ഇന്റേണൽ ഓർഗൻസ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. കണ്ടല്ലോ, അടുത്തതാണ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിന് തകരാറ് സംഭവിക്കും. നമുക്കൊരു ഫ്രാക്ചർ സംഭവിച്ചു, നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് അതുമൂലം അപകടം ഉണ്ടാവുകയാണെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ ആയിരിക്കും. ഓക്കെ, ഇൻ സച്ച് കേസസ് ദ ബോൺ ബ്രേക്സ് ആൻഡ് കോസസ് ഇഞ്ചുറി ടു ദി ഇന്റേണൽ ഓർഗൻസ്. അങ്ങനെയുള്ള കേസസിൽ നമ്മുടെ എല്ല് പൊട്ടി അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ തകരാറിലാക്കും. അപ്പോൾ 3 തരം ഫ്രാക്ചർ ഉണ്ട്: സിമ്പിൾ ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. അപ്പോൾ ഫ്രാക്ചർ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെത് നിങ്ങൾ എഴുതുക കേട്ടോ. ആ ബോക്സ് തന്നെയാണ് എഴുതേണ്ടത്. ദെൻ എക്സ്റേനെ കുറിച്ചിട്ടൊരു ഫർദർ റീഡിങ് തന്നിട്ടുണ്ട്. എക്സ്റേ ഡിസ്കവർ ചെയ്ത ആൾ ആരാണെന്ന് ചോദിച്ചാൽ വില്യം കോൺറാഡ് റോൺജൻ ആണ് കേട്ടോ. ഇദ്ദേഹമാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഇഫ് ദർ ഇസ് എ ഫ്രാക്ചർ? ഇനി പൊട്ടലുണ്ടായി, ഫ്രാക്ചർ ഉണ്ടായി നമുക്ക് എങ്ങനെയാണ് അറിയാം? പെയിൻ ഇൻ ദ ഇൻജേർഡ് ഏരിയ, മുറിവ് പറ്റിയവിടെ നമുക്ക് വേദന ഉണ്ടാവും. ഡിഫിക്കൽട്ടി ഇൻ മൂവിങ് ദ ഇൻജേർഡ് പാർട്ട്, ആ മുറിവ് പറ്റിയ ഭാഗം നമുക്ക് മൂവ് ചെയ്യാൻ പാടായിരിക്കും. ഡിഫറൻസസ് വെൻ കമ്പയർഡ് വിത്ത് സിമിലർ പാർട്സ്, വേറെ പാർട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പാർട്ടുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇഫ് ദീസ് സിംറ്റംസ് ആർ പ്രസന്റ് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ ഇമീഡിയറ്റ്ലി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ഫ്രാക്ചർ, നമ്മൾ എവിടെയെങ്കിലും വീണു, കൈ ഒടിഞ്ഞോ കാലൊടിഞ്ഞോ എന്നൊക്കെ നമുക്ക് അത് തോന്നാം. അപ്പം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്നാണ് അടുത്തത് പറയാൻ പോണത്. ഫസ്റ്റ് എയ്ഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ദി ഇൻജൂർഡ് പാർട്ട് ഷുഡ് ബി കെപ്റ്റ് ഇമ്മൊബിലൈസ്ഡ് ഫോർ ദാറ്റ് ദി ഇൻജൂർഡ് പാർട്ട് ക്യാൻ ബി ബാൻഡേജ്ഡ് യൂസിങ് എ സ്പ്ലിൻ. ദി സ്പ്ലിൻ ഷുഡ് ബി മെയ്ഡ് വിത്ത് എ സ്ട്രോങ് പ്ലേറ്റ് ഓഫ് വുഡ്, മെറ്റൽ ഓർ പ്ലാസ്റ്റിക്. ഡു നോട്ട് ട്രൈ ടു മൂവ് ദ ഇൻജൂർഡ് പാർട്ട്. എ പേഴ്സൺ വിത്ത് എ ബോൺ ഫ്രാക്ചർ ഷുഡ് ബി ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിങ് ഫസ്റ്റ് എയ്ഡ്. കണ്ടല്ലോ, അപ്പോൾ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവർ തന്നിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യുക? ഇമ്മൊബിലൈസ് ചെയ്യുക, അനങ്ങാതെ വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഇൻജോർഡ് ആയിട്ടുള്ള പാർട്ടിനെ ബാൻഡേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പ്ലിൻറ്റ്, ഇതുപോലെ സ്പ്ലിൻറ്റ് ഉപയോഗിച്ചിട്ട് അനക്കാണ്ട് അതിനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സ്പ്ലിൻറ്റ് നമുക്ക് പ്ലേറ്റ് വെച്ചോ വുഡ് വെച്ചോ മെറ്റൽ ഓർ പ്ലാസ്റ്റിക്കിലൊക്കെ അവൈലബിൾ ആണ്. അതെന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമ്മളതിനെ അനക്കാണ്ടാക്കുക. ഒരിക്കലും ആ മുറിവ് പറ്റിയ ഭാഗം അനക്കാൻ പാടില്ല. പിന്നെ ബോൺ ഫ്രാക്ചർ ആണെങ്കിൽ അയാളെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം. ഓക്കെ, സ്പ്ലിൻറ്റിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് അവിടെ നീ റീപ്ലേസ്മെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഫ്രാക്ചർ ഉണ്ടെങ്കിൽ മെറ്റൽ റോഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലിനെ സപ്പോർട്ട് ചെയ്ത് വെക്കും. ഇതുപോലെ കണ്ടല്ലോ, മെറ്റൽ റോഡ്സ് ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്, ഒരു കാര്യം ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. വൈ ഡു വി യൂസ് ദ മെറ്റൽ റോഡ് ഫോർ ഫിക്സിങ് എ ഫ്രാക്ചേർഡ് ബോൺ? ഒരു പൊട്ടിയ എല്ലിനെ നമ്മൾ എന്തിനാണ് ഈ മെറ്റൽ റോഡ് ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. യൂഷ്വലി ദ ഫ്രാക്ചേർഡ് പാർട്ട് ഈസ് പ്രോപ്പർലി ജോയിൻഡ് ആൻഡ് ഫിക്സ്ഡ് ബൈ സ്ക്രൂയിങ് ഓൺ മെറ്റൽ റോഡ്സ്. അപ്പോൾ സാധാരണ എന്താ ചെയ്യുക? ഈ പൊട്ടൽ വന്ന ഭാഗത്തിനെ നമ്മൾ ഒരു മെറ്റൽ റോഡ് ഉപയോഗിച്ചിട്ട് ഒരു സ്ക്രൂ വെച്ചിട്ട് കണക്ട് ചെയ്ത് അവിടെ നിർത്തും, ആ എല്ല് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഹെൽപ്സ് ദ ബോൺസ് ടു സ്റ്റേ സ്റ്റേബിൾ ആൻഡ് ഹീൽ ക്വിക്ക്ലി. അപ്പോൾ ആ എല്ലുകൾ അനങ്ങാതെ അവിടെ ഇരുന്നോളും, പെട്ടെന്ന് നമുക്ക് ഹീലായി വരാൻ, നമ്മൾ ഓക്കെ ആയി വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേണം, ഇതൊന്ന് പഠിച്ചു വെക്കുക. നീ റീപ്ലേസ്മെൻ്റ് ആണ്, മുട്ട് മാറ്റി വയ്ക്കൽ എന്താണെന്ന് തന്നിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് നമ്മൾ വായിക്കുക, ഫർദർ റീഡിംഗ് ആണ്. ഇനി അടുത്തത് ഫോർ ബോൺ ഹെൽത്ത് ആണ്. ബോൺ ഹെൽത്തിന് എന്തൊക്കെ ന്യൂട്രിയൻസ് വേണം, ഏതൊക്കെ ന്യൂട്രിയൻ റിച്ച് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടതെന്നാണ് നമ്മൾ നേരത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. ന്യൂട്രിയൻസ് ഫോർ ഹെൽത്തി ബോൺസ് ആൻഡ് ടീത്ത് നമ്മൾ കാൽഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ഒക്കെ എടുക്കുക, വൈറ്റമിൻ കെയും എടുക്കുക കേട്ടോ. ന്യൂട്രിയൻ റിച്ച് ഫുഡ് മിൽക്ക്, എഗ്സ്, ഡയറി പ്രോഡക്ട്സ് ഒക്കെയാണ്. ഇനി ബോൺസ് ഇൻസൈഡ് ദ ഇയർ ആണ്. ഇത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഫർദർ റീഡിങ്ങിന് ഇട്ടിരിക്കുന്നതാണ്, എക്സാമിന് ചോദിക്കില്ല എങ്കിലും ഒന്ന് പറയാം. നമ്മുടെ ചെവിയുടെ ഉള്ളിലും എന്തുണ്ട്? ബോണുകളുണ്ട്, എല്ലുകളുണ്ട്. 3 പാർട്ടാണ് നമ്മുടെ ചെവിക്കുള്ളത്, 3 പാർട്സ്. ഇറ്റ് ഹാസ് 3 സ്മോൾ ബോൺസ് ഇൻസൈഡ് ദി മിഡിൽ ഇയർ. അപ്പോൾ നമുക്ക് 3 ചെറിയ എല്ലുകളും മിഡിൽ ഇയറിലുണ്ട്. അതിൻ്റെ പേരുകൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഓക്കെ,
They are capable of vibration. We hear sounds due to their vibration. അത് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ചെവി കേൾക്കുന്നത്. When they vibrate, sound is transmitted from the outer ear to the inner ear. അത് വൈബ്രേറ്റ് ചെയ്താൽ മാത്രമേ പുറത്തുനിന്നുള്ള സൗണ്ട് നമ്മുടെ ഉള്ളിലത്തെ ഇന്നർ ഇയറിലേക്ക് പോവുള്ളൂ. ഈ നമ്മുടെ അതിൻ്റെ പോർഷനെ തന്നെ, ചെവിയുടെ പോർഷനെ ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്ന് പറഞ്ഞ് മൂന്നായി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഔട്ടർ ഇയറിൽ കൂടെ സൗണ്ട് കേട്ട് എവിടെ എത്തണം? ഇന്നർ ഇയറിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ചെവി കേൾക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കേൾക്കുന്നുള്ളൂ സൗണ്ട്. അപ്പോൾ ഇവിടെ ദി സ്റ്റെപ്പിസ് ഇസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റെപ്പിസ് ആണ്. അതാണ് അവിടുത്തെ പോയിന്റ്. ലാർജസ്റ്റ് ബോൺ ഫെമർ ആണ്. ഓക്കെ, തൊടയല്ലാണ് ഫെമർ. അടുത്തത് സ്കെൽട്ടൺ ഔട്ട്സൈഡ് ദ ബോഡിയാണ്. ഇനി നമുക്ക് കുറേ ജീവികളുണ്ട്. അതിൻ്റെ കുറേ സ്കെൽട്ടൺ ഔട്ട്സൈഡ് കാണുന്ന ജീവികളുണ്ട്, സ്കെൽട്ടൺ ഇൻസൈഡ് കാണുന്ന ജീവികളുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഒച്ചിൻ്റെ പിക്ചറാണ്, സ്നെയിലാണ്. ഈ സ്നെയിലിൻ്റെ സ്കെൽട്ടൺ ഔട്ട്സൈഡ് ഇറ്റ്സ് ബോഡിയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ സ്കെൽട്ടൺ വരുന്നത്, ഔട്ട്സൈഡ് ഇറ്റ്സ് ബോഡിയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു 5 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ആ 5 ഫിഗേഴ്സിൽ ആരൊക്കെയാണ് എന്നുള്ളത് ആദ്യം നമ്മൾ എഴുതണം. ഇതിലും സ്കെൽട്ടൺസ് ഉണ്ട്. ബീറ്റിൽ, പ്രോൺ, കോക്രോച്ച്, സെൻറ്റിപീഡ്, പഴുതാരയാണ്, ക്രാബ്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ ഔട്ടർ സ്കെൽട്ടൺ ബെനിഫിറ്റ് ദീസ് ഓർഗാനിസം എന്നാണ് ചോദ്യം. എന്താണ് ഈ പുറത്ത് സ്കെൽട്ടൺ വരുമ്പോൾ അത് ഈ ഓർഗാനിസത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ദേ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ആൻഡ് ഗിവ് ഷേപ്പ് ടു ദിയർ ബോഡി ആൻഡ് ഓഫർ പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്. ഇത് എന്ത് ചെയ്യും? ദ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ആ ജീവികളെ. ഇപ്പോൾ ഒച്ചൊക്കെ ഒരു സൗണ്ട് കേട്ടു, അതിന് അപകടം വരുന്നത് കണ്ട ഒച്ച വേഗം അതിൻ്റെ ആ ഒരു തോടിൻ്റെ ഉള്ളിലേക്ക് അല്ലേ, അതിങ്ങനെ പോകും ചുരുങ്ങിയിട്ട്. അപ്പം നമുക്ക് അതിൻ്റെ തലയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ആ പുറത്ത് തോട് അല്ലെങ്കിൽ പുറത്ത് സ്കെൽട്ടനുള്ള ജീവികളൊക്കെ ആ സ്കെൽട്ടൻ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ദേ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ആൻഡ് ഗിവ് ഷേപ്പ് ടു ദെയർ ബോഡി. ഷേപ്പ് കൊടുക്കുന്നുണ്ട്, പിന്നെ അവരുടെ എനിമീസിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്. ഇത് വേണം. ഇനി നമുക്ക് സ്കെൽട്ടനെ 2ആയി തിരിച്ചിട്ടുണ്ട്, എക്സോ സ്കെൽട്ടനും എൻഡോ സ്കെൽട്ടനും. എക്സോ സ്കെൽട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കെൽട്ടൻ എന്തായിരിക്കും? പുറത്തായിരിക്കും കാണുക കേട്ടോ. അങ്ങനെ കാണുന്ന ജീവികളും. എൻഡോസ്കെൽട്ടൻ പറഞ്ഞാൽ എല്ലുകൾ എന്തായിരിക്കും? ശരീരത്തിൻ്റെ ഉള്ളിലായിരിക്കും കാണുക. ഹ്യൂമൻ ബീങ്സിനൊക്കെ എൻഡോസ്കെൽട്ടൻ ആണ് കേട്ടോ. ഇവിടെ സ്നെയിൽസ്, സം ടൈപ്സ് ഓഫ് ബീറ്റിൽസ്, മ്യൂസിൽസ്, ക്രാബ്സ്, ഇതിനൊക്കെ ഔട്ടർ കവറാണ്. അതുപോലെ സെൻറ്റിപീഡ്, മില്ലിപീഡ്, കോക്രോച്ച്, പ്രോൺ ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇതിനൊക്കെ തിൻ ഷെൽസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ പുറത്താണ് കവറിങ്സ് വരുന്നത്. അപ്പോൾ ഇവരെയാണ് നമ്മൾ എക്സോസ്കെൽട്ടൻ ആനിമൽസ് എന്ന് പറയുക. ഇവർക്കൊക്കെ എക്സോസ്കെൽട്ടൻ ആണ്. അപ്പോൾ അവരുടെ ശരീരത്തിലെ എല്ലുകൾ എന്ന് പറയുന്ന സ്കെൽട്ടൻ പുറത്ത് കാണുന്ന ജീവികൾ എന്താണ്? എക്സോസ്കെൽട്ടൻ ആയിരിക്കും. ഇനി അകത്ത് നമ്മളെ പോലെയുള്ള നമ്മളുടെയൊക്കെ എല്ലാം എവിടെയാണ്? ശരീരത്തിന് ഉള്ളിലല്ലേ. അങ്ങനെയുള്ള അവരെ എൻഡോസ്കെൽട്ടൻ എന്നാണ് പറയുക. കാറ്റ്, ഫ്രോഗ്, മൈസ്, കൗസ്, ഹ്യൂമൻസ് ഹാവ് സ്കെൽട്ടൻസ് ഇൻസൈഡ് ദി എയർ ബോഡി. ഇതിനൊക്കെ ഇൻസൈഡ് ദിയർ ബോഡിയാണ് സ്കെൽട്ടൻ, അവരെ എൻഡോസ്കെൽട്ടൻ എന്ന് പറയും. ഇനി ചില ജീവികൾക്ക് എക്സോസ്കെൽട്ടനും ഉണ്ടാവും, എൻഡോസ്കെൽട്ടനും ഉണ്ടാവും ഒരേ ഓർഗാനിസത്തിന് തന്നെ. അത് ഏതൊക്കെ ജീവികളറിയോ? ക്രൊക്കഡൈലും ടർട്ടിലുമാണ് കേട്ടോ. പിന്നെ അലിഗേറ്റേഴ്സും ഉണ്ട്. ക്രൊക്കഡൈൽസ്, ടർട്ടിൽസ്, അലിഗേറ്റേഴ്സ് 3ഉം വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യാം. ആദ്യം എൻഡോസ്കെൽട്ടൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എൻഡോസ്കെൽട്ടൻ കാറ്റ്, ഫ്രോഗ്, മൈസ്, കൗസ്, ഹ്യൂമൻ ബീങ്. എക്സോസ്കെൽട്ടൻ ഏതൊക്കെ ഓർഗാനിസം ആണ്? സ്നെയിൽസ്, ബീറ്റിൽസ്, മ്യൂസിൽസ്, ക്രാബ്സ്. അടുത്തത് എക്സോ ആൻഡ് എൻഡോസ്കെൽട്ടൻ ആണെങ്കിൽ ക്രൊക്കഡൈൽസ്, അലിഗേറ്റേഴ്സ്, പിന്നെ ആരും കൂടി ഉണ്ട്? ടർട്ടിൽസ് ആണ് കേട്ടോ. ാണേ ടർട്ടിൽസും ഉണ്ട്. എക്സോസ്കെൽട്ടൻ എന്താണ്, എൻഡോ എന്താണെന്ന് വായിച്ചു നോക്കുക. ഇതെല്ലാം ഇതുപോലെ തന്നെ ഈ പിക്ചർ നോക്കൂ. ഹാവൻറ്റ് യു സീൻ സച്ച്? ഇത് ഹാൻഡിക്രാഫ്റ്റ്സ് ആണ്. ഓൾ ഓഫ് ദീസ് ആർ മെയ്ഡ് ഫ്രം എക്സോസ്കെൽട്ടൻസിലാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പുറം തോടുകളുള്ള, പുറത്തെ എല്ലുകൾ കാണപ്പെടുന്ന ജീവികളുടെ അവർ അതിൻ്റെ ഡെഡ് ഓർഗാനിസത്തിൻ്റെ സാധനങ്ങൾ എടുത്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളോട് ഇങ്ങനെ മേക്ക് ക്രാഫ്റ്റ്സ് യൂസിങ് ദീസ് ടൈപ്സ് ഓഫ് എക്സോസ്കെൽട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ലെറ്റസ് ആൽസസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദി സ്കെൽട്ടൻ? സ്കെൽട്ടൻ്റെ ഫംഗ്ഷൻ ആണ് ഈ 3 ഗിവ് ഷേപ്പ്, ഗിവ് സ്റ്റെബിലിറ്റി, പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ. അല്ലാത്തത് ഗിവ്സ് എനർജി. ഒരിക്കലും സ്കെൽട്ടൻ എനർജി ഒന്നും കൊടുക്കില്ല. അപ്പോൾ ഇതാണ് ആൻസർ കേട്ടോ. അടുത്തത് മാച്ച് ചെയ്യാനാണ്. ബോൾ ആൻഡ് സോക്കറ്റ് ഇതാണ്. ദ റൗണ്ട് എൻഡ് ഓഫ് വൺ ബോൺ റൊട്ടേറ്റ്സ് ഇൻ ദി ക്യാവിറ്റി ഓഫ് അനദർ ബോൺ. ഹിഞ്ച് ജോയിന്റ് ക്യാൻ മൂവ് ഓൺലി ടു വൺ സൈഡ്. പിവറ്റ് ആണെങ്കിലോ വൺ ബോൺ റൊട്ടേറ്റ്സ് ഓൺ ദ അതർ ടു ബോത്ത് സൈഡ്സ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ഫോർ ഹെൽത്തി ബോൺസ്? നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കേണ്ടത്, നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്? ആൻസർ, ഫുഡ് ഐറ്റംസ് റിച്ച് ഇൻ കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ആർ എസെൻഷ്യൽ ഫോർ ഹെൽത്തി ബോൺസ്. കാൽഷ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയത് ഉൾപ്പെടുത്തുക. എന്തൊക്കെയായിരിക്കണം? ഡയറി പ്രോഡക്ട്സ്, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, ഫിഷ്, ഫോർട്ടിഫൈഡ് സീരിയൽസ് എല്ലാം ഉൾപ്പെടുത്താം. അടുത്ത ക്വസ്റ്റ്യൻ, യുവർ ഫ്രണ്ട് ഫെൽ ഡൗൺ ഡ്യൂറിങ് എ ഫുട്ബോൾ ഗെയിം ആൻഡ് ഫ്രാക്ചേർഡ് ഹിസ് ആം. അപ്പോൾ ഹിസ് ആം, നമ്മുടെ ഫ്രണ്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഫ്രണ്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ വീണു, അവൻ്റെ കൈ ഒടിഞ്ഞു, അല്ലെങ്കിൽ കൈക്ക് ഒരു അപകടം പറ്റി, ഫ്രാക്ചറായി. അപ്പോൾ വാട്ട് ഫസ്റ്റ് എയ്ഡ് വുഡ് യു ഗിവ്? നിങ്ങൾ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതാണ്? പ്രിവെൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഫ്രാക്ചേർഡ് ആം. ആദ്യം തന്നെ എന്ത് ചെയ്യുക? പ്രിവെൻറ്റ് ചെയ്യുക, ആ ഒരു മൂവ്മെൻറ്റ്. ഇമ്മൊബിലൈസ് ചെയ്യാന്നൊരു ടേമും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇമ്മൊബിലൈസ് ചെയ്യുക, ആ കൈനെ കൂടുതൽ അനക്കാതെ വയ്ക്കുക. ഓക്കെ, ഇത് വേണമെങ്കിൽ എഴുതാം നിങ്ങൾക്ക് ഇതിന് പകരം. അപ്ലൈ ഐസ് ടു റെഡ്യൂസ് സ്വെല്ലിംഗ്. വീക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഐസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുക. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പ്രഷർ ഉപയോഗിച്ചിട്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? സീക്ക് മെഡിക്കൽ ഹെൽപ്പ്. പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഹെൽപ്പ് തേടുക. എമർജൻസി സർവീസസിന് കോൾ ചെയ്യുക. കോൾ എമർജൻസി മെഡിക്കൽ സർവീസസ് ഓർ ഷിഫ്റ്റ് ടു എ ഹോസ്പിറ്റൽ. അല്ലെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.